സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആൻറ്റിയമ്മയുടെ വായിൽ നിന്നും ആ സന്തോഷ വർത്തമാനം കേട്ട മാനസ ആകെ സന്തോഷത്തിലാണ്. താൻ കൺമണിയെ തോൽപ്പിച്ചു, അവളിൽ നിന്ന് താൻ കൃഷ്ണയെ നേടി എന്നൊരു സന്തോഷം കൂടി മാനസയ്ക്കുണ്ട്. എന്തായാലും മാനസയുടെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കൃഷ്ണ അതിനൊരിക്കലും സമ്മതിക്കില്ല. കൺമണിയില്ലാതെ കൃഷ്ണ ജീവിക്കാൻ പറ്റില്ലെന്ന് കൃഷ്ണന് നന്നായിട്ട് അറിയാം. മിക്കവാറും അവർ പൊന്നും വീട്ടിൽ പോകാനാണ് സാധ്യത. അവിടെ അവരെ സഹായിക്കാൻ വാസുകി അടക്കം ഒരുപാട് പേരുണ്ടല്ലോ. എന്തായാലും ഗോകുല് പറഞ്ഞത് കൺമണി മുറിയിലിരുന്ന് ചിന്തിക്കുകയാണ്. കൃഷി വീട്ടിലേക്ക് വരുമോ ഇപ്പോൾ എന്നൊക്കെ ഒരു ചിന്ത കൺമണിക്കുണ്ട്. അങ്ങനെ വന്നാൽ അയാളുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ താൻ പതറിപ്പോവില്ലെന്നും എങ്ങനെ അയാളിൽ നിന്നും ഒഴിഞ്ഞു മാറുമെന്നും ഒക്കെ ചിന്തിക്കുന്നുണ്ട് കൺമണി. ഇതേസമയം സത്യഭാമ ഇംഗ്ലണ്ടിൽ പോകുന്ന സന്തോഷത്തിൽ അമ്മായിമാരെ പായസമൊക്കെ വെക്കുന്നുണ്ട്. അതാദ്യം വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നീട് കൊതി തോന്നിയ ധനലക്ഷ്മി അത് കഴിക്കാൻ വേണ്ടിയിട്ട് അടുക്കള വാതിൽ പതുക്കെ ആരും അറിയാതെ തുറന്ന് കയറുകയാണ്. തുറക്കുന്ന ശബ്ദം അപ്പോഴും ഉറങ്ങാതെ ചിന്തിച്ചുകൊണ്ടിരുന്ന കൺമണി കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെന്താണ് ഒരു ശബ്ദം? വാതിൽ തുറക്കുന്ന ശബ്ദമല്ലേ? ഇനി കൃഷി സാർ എങ്ങാനും വന്നോ എന്ന് ചിന്തിച്ചു പോയി കൺമണി അവിടെ ചെന്ന് നോക്കുന്നുണ്ട്. ഇതേസമയം ധനലക്ഷ്മി പായസം എടുക്കുന്ന കാഴ്ചയാണ് കേട്ടോ കൺമണി കാണുന്നത്. ധനലക്ഷ്മി അറിയാതെ അത് അമ്മായിമാരെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് കൺമണി. അമ്മായിമാരാണെങ്കിൽ ഇത് കണ്ട് ധനലക്ഷ്മിക്ക് കുടിക്കാൻ നോക്കിയതും പെട്ടെന്ന് തന്നെ ഭാമ അത് പിടിച്ചു വാങ്ങി, നിനക്ക് പായസം വേണ്ടെന്നല്ലേ പറഞ്ഞേ, അങ്ങനെ വേണ്ട, അത്ര ബുദ്ധിമുട്ടിയൊന്നും കഴിക്കണ്ട, ഇത് കൺമണിക്ക് കൊടുത്തേക്കാന്ന് പറഞ്ഞ് അവൾക്ക് കൊടുക്കുകയാണ്. കൺമണി ഞാനിത് മുറിയിൽ കൊണ്ടുപോയി കഴിച്ചോളാം അമ്മായിമാരെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവാണ്. കൺമണിയുടെ മുഖത്തെ വിഷമം കണ്ട് എന്ത് പറ്റി കൺമണി, നിനക്ക് എന്തോ ഒരു വിഷമം എന്നൊക്കെ അമ്മായിമാർ ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നുമില്ല അമ്മായിമാരെ, ഞാൻ പോയി കിടക്കുകയാണ്, ഭയങ്കര ക്ഷീണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൺമണി. അതിനുശേഷം വീണ്ടും മുറിയിൽ പോയി ഇരിക്കുമ്പോൾ വാതിൽക്കൽ മുട്ട് കേൾക്കുകയാണ്. പോയി തുറക്കുമ്പോൾ മുമ്പിൽ കൃഷ് അവളുടെ അടുത്ത് വന്നിരുന്ന് ഞാൻ പറഞ്ഞില്ലേ അച്ഛനോട് ഞാൻ പറഞ്ഞൊക്കെ സമ്മതിപ്പിക്കാം, സാഗർ മാനസയോടും ഹേമയോടും അവസാന വാക്ക് പറഞ്ഞതൊന്നും അറിയാണ് കേട്ടോ കൃഷി സമ്മതിക്കുന്നത്. വീണ്ടും കൺമണിക്ക് പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ കൃഷി പറയുന്നുണ്ട്. അങ്ങനെ കൺമണിയെ കൃഷി തൻ്റെ സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ്. പിന്നീട് പായസം എടുത്തു കൊടുത്ത് നിന്നെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജീവിതമേ ഇല്ല, ജീവനോടെ ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയില്ലെന്നും കൃഷി പറയുന്നുണ്ട്. ഇത് കേട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് കൃഷിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ കൺമണി ചെയ്യുന്നത്. കൃഷിൻ്റെ വരവ് മിക്കവാറും അമ്മായിമാരെ അറിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അവരും കൂടി മുൻകൈ എടുത്തായിരിക്കും സാഗറിനെ കൊണ്ട് കൃഷിൻ്റെയും കൺമണിയുടെയും കാര്യം സമ്മതിപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ സൂപ്പർ കൺമണി സീരിയലിൻ്റെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്